ഹലോ ട്രേഡേഴ്സ്, എങ്ങനെ നമുക്ക് സിമ്പിളായിട്ടൊരു ബ്രോക്കറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതെങ്ങനെ MT5 കണക്ട് ചെയ്ത് എങ്ങനെ പ്രോപ്പറായിട്ട് MT5 യൂസ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബ്രോക്കറിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ഏത് ബ്രോക്കർ സെലക്ട് ചെയ്തിരുന്നാലും അതിൻ്റെ വെബ്സൈറ്റിലോട്ടോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനിലോട്ടോ പോവുക. അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും രജിസ്റ്റർ ഓർ സൈൻ ഇൻ. ഞാനിവിടെ യൂസ് ചെയ്യുന്ന XNXS എന്ന് പറഞ്ഞ അക്കൗണ്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ കൊടുക്കുകയാണ്. സൈൻ ഇൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ Gmail ID അതേപോലെ മൊബൈൽ നമ്പർ വെച്ചോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈൻ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും പോകുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഡെമോ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം എങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഓപ്പൺ എ ന്യൂ അക്കൗണ്ട് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന അക്കൗണ്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന കാറ്റഗറീസ് ഓഫ് അക്കൗണ്ട്സ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് ആയിട്ടുള്ള അക്കൗണ്ട്, നിങ്ങളുടെ റിസർച്ച് അനുസരിച്ചുള്ള ബെസ്റ്റ് ആയിട്ട് അക്കൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഡെമോ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. കാരണം നമുക്കത് MT5 നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ജസ്റ്റ് ഇതാ ഒരു $500 ഒരു പ്രോ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതാ ഡെമോ റിയൽ എന്നിവിടെ കിടക്കും. ഞാൻ ജസ്റ്റ് ഡെമോ ആണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങൾ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ റിയൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ലെവറേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ലെവറേജ് ഒരു 1:100 to 1:500 അകത്ത് കീപ്പ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ. ഞാനൊരു 1:200 കൊടുക്കുകയാണ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ബാലൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു 10,000 ആഡ് ചെയ്യണം. ജസ്റ്റ് ഒരു 10,000 ആഡ് ചെയ്യുന്നത്. ആൻഡ് US$ ഏതിലാണ് വേണ്ടതെന്ന് കാണിക്കുന്നു. $US തന്നെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എക്സിക്യൂഷൻ ടൈപ്പ് മാർക്കറ്റ് ഓർഡേഴ്സ് വേണോ, ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ബൈ സെൽ ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റ് എക്സിക്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏരിയാസിലെത്തി മാർക്കറ്റിൽ ബൈയും എൻട്രിയും വരുന്ന രീതിയിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റൻ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അക്കൗണ്ടിൻ്റെ നെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ബെക്സ്ഫോളിയോ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ബെക്സ്ഫോളിയോ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ പാസ്വേഡ് നമ്മൾ തന്നെ എൻ്റർ ചെയ്യണം. ഈ പാസ്വേഡ് മറന്നു പോകരുത്, കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ MT5 ലോഗിൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഏതാണോ പാസ്വേഡ് നിങ്ങൾക്ക് കൊടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, ആൻഡ് ജസ്റ്റ് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇക്കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഡെമോ അക്കൗണ്ട് ഓപ്പൺ ആണ്, ബെക്സ്ഫോളിയോയുടെ പേരിൽ ഓപ്പൺ ആണ്. $10,000 ഡെമോ ഫണ്ട് കിടക്കുന്നതായിട്ടും കാണാനായിട്ട് പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഈ മോറൽ വരുന്ന സമയത്ത് വേണമെങ്കിൽ റീനെയിം ചെയ്യാം, അക്കൗണ്ട് ഇൻഫർമേഷൻസ് നോക്കാം. നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് അക്കൗണ്ട് ഇൻഫർമേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ MT5 ലോഗിൻ ചെയ്യാനുള്ള സെർവറും അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നുണ്ട്. നമുക്കിനി ഇതെങ്ങനെ MT5 ലോഗിൻ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ആ അക്കൗണ്ട് ഇൻഫർമേഷൻ വെച്ച് എങ്ങനെ MT5 ലോഗിൻ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് MT5 ആപ്ലിക്കേഷനാണ് എടുക്കുന്നത്. നിങ്ങൾക്കിത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഈ ബ്രോക്കറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, അതിൻ്റെ ആപ്ലിക്കേഷനിൽ വേണമെങ്കിലും ട്രേഡ് ചെയ്യാം. അതിനേക്കാളും കുറച്ചും കൂടെ സിമ്പിളാണ് MT5 ട്രേഡ്സും കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. നമുക്ക് എങ്ങനെ ആദ്യം ബ്രോക്കറിൽ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ MT5 എങ്ങനെ നമ്മുടെ ബ്രോക്കറിനെ കണക്ട് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് താഴെ സെറ്റിങ്സിൻ്റെ സിമ്പിൾ കാണാം. അവിടെ ജസ്റ്റ് ആ മെയിലിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് മെയിലൊരു പ്ലസ് ഐക്കോൺ കാണാനായിട്ട് പറ്റും. ആ ഐക്കോൺ കാണുന്നതിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് സെർവർ എന്ന് ടൈപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ സെർവർ എന്ന് എഴുതിയിരിക്കുന്നത് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. XX. ഓക്കെ, ആ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ഒരുപാട് സെർവേഴ്സ് ഇവിടെ കാണാനായിട്ട് പറ്റും. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് സെർവറിൻ്റെ നമ്പർ അവിടെ കറക്റ്റ് പറയുന്നുണ്ട്. EXNXS MT5 ട്രയൽ 14 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതിലൊന്ന് ട്രയൽ സെലക്ട് ചെയ്യുക. നിങ്ങൾ ഇൻ കേസ് ട്രയൽ ഇതിൻ്റെ അകത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ നമ്മുടെ UK ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ നോക്കുക. ഓക്കെ, ഇതിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്, നമുക്ക് ട്രയൽ കിടക്കുന്ന കാണാനുണ്ട്. ട്രയൽ 14 ആണ് നമുക്ക് ആവശ്യം. ട്രയൽ 14 സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് മെയിനായിട്ട് സെലക്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കറക്റ്റ് സെർവർ അല്ലെങ്കിൽ ലോഗിൻ ആകത്തില്ല. പലപ്പോഴും ചെയ്യുന്ന മിസ്റ്റേക്ക് അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഇനി ലോഗിൻ ID അടിക്കുക. നമ്മുടെ MT5 ലോഗിൻ ID ഇവിടെ കിടപ്പുണ്ട് 24344 and 9647. ഓക്കെ, ലോഗിൻ കൊടുക്കുക. ആൻഡ് പാസ്വേഡ് നമ്മൾ നേരത്തെ അടിച്ച പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് സൈൻ ഇൻ.
പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അക്കൗണ്ട് ഇവിടെ ആഡ് ആയത് കാണാം. $10,000 ഇവിടെ ബാലൻസ് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഫുള്ള് കാണിക്കുന്നുണ്ട്. ട്രയൽ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഡെമോ അക്കൗണ്ട് ഇതിൽ സിമ്പിളായിട്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ താഴെ ഞാൻ ജസ്റ്റ് ഒന്ന് MT5 ഒന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് ഇവിടെ താഴെ നോക്കാം. അപ്പം കോഡ്സ് കാണാം, ചാർട്ട്സ് കാണാം, ട്രേഡ്സ് കാണാം, ഹിസ്റ്ററി കാണാം, ആൻഡ് സെറ്റിങ്സ് കാണാം. നമുക്കിതിൽ ആവശ്യം കോഡ്സിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ തരം ചാർട്ടുകൾ ഇവിടെ സെർച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, EURUSD ചാർട്ടോ ഏത് ചാർട്ടുമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്ത് ഇവിടെ എടുക്കാനായിട്ട് പറ്റും. ചാർട്ട് സെക്ഷനിൽ വന്ന ആ ചാർട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഈ സൈഡിലുള്ള ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ സെല്ല്, സെൻറ്ററിൽ ലോട്ടുകൾ എൻ്റർ ചെയ്യാനുള്ള എല്ലാ ഏരിയാസും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ആൻഡ് ഇവിടെ തന്നെ ഒരുപാട് ടൂൾസ്, ഈ ലൈൻ പൊസിഷൻ ടൂൾസ് ഉണ്ട്, അതിനങ്ങനെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ അവൈലബിൾ ആണ്, അതിനങ്ങനെ കുറേ ടൂൾസ് അവൈലബിൾ ആണ്. നമുക്ക് പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ട്രേഡിംഗ് വ്യൂവിലാണ് നമ്മുടെ വ്യൂ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ വളരെ സിമ്പിളാണ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഞാൻ ജസ്റ്റ് ഒരു ഇൻസ്റ്റൻറ്റ് ബൈ, ഇൻസ്റ്റൻറ്റ് സെല്ല് എടുത്ത് കാണിച്ചു തരാം. എന്നിട്ട് എങ്ങനെ സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതെന്നും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് ഗോൾഡിൻ്റെ ഒരു പേരെടുക്കാം. ഓക്കെ, XAUUSD എന്നാണ് ഗോൾഡ് വരണത്. ഓക്കെ, ഗോൾഡിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതാണ് ഗോൾഡിൻ്റെ പേര്. ഓക്കെ, നിങ്ങൾക്ക് ഇത് സൈഡിൽ ഇവിടെ തന്നെ കാണാം ഗോൾഡ് 7:32:27 എന്നൊക്കെ ഒരു ഇത് കാണാം. ആൻഡ് അവിടെ ഒരു 112 എന്ന് പറഞ്ഞ വാല്യൂ വരും. അത് ശരിക്കും സ്പ്രെഡ് എന്ന് പറഞ്ഞ വാല്യൂ ആണ്. നിങ്ങൾക്ക് ഇതിൽ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ 2 ലൈൻസ് കാണാനായിട്ട് പറ്റും. ഒരു ആസ്ക് പ്രൈസും കാണും, ബിഡ് പ്രൈസും കാണും. സോ ഞാൻ ഇതിൽ ജസ്റ്റ് ഒരു ഹൈ ലോട്ടിൽ അല്ലെങ്കിൽ ഒരു 1 ലോട്ടിൽ ജസ്റ്റ് ഒരു എൻട്രി എടുത്ത് കാണിച്ചില്ല. ഞാൻ ജസ്റ്റ് ഒരു ബൈ എൻട്രി ആണ് പ്ലാൻ ചെയ്യുന്നത്. ജസ്റ്റ് 1 ലോട്ട് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു, ജസ്റ്റ് ബൈ കൊടുത്തു. ആൻഡ് ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ തന്നെയാണോ ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്യുക ആൻഡ് ജസ്റ്റ് ബൈ പ്രസ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പിന്നെ ബൈ ഇവിടെ റണ്ണിങ് ആണ്. ട്രേഡ്സിൽ പോയ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് റൺ ആവണതായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ ബാലൻസ്, ഇക്വിറ്റി മാർജിന്, ഫ്രീ മാർജിൻ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ട്രേഡ് റണ്ണിങ് ആണ്. മാർക്കറ്റ് എപ്പോഴാണോ ബൈ ചെയ്ത് മുകളിലോട്ട് പോകുന്നത് അപ്പോഴാണ് പ്രോഫിറ്റ്, കണ്ടോ, പ്രോഫിറ്റ് റണ്ണിങ് ആവുന്നത്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, എങ്ങനെ നമുക്കിതിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. ഒന്നുമില്ല, നമുക്ക് വളരെ സിമ്പിളാണ്. 2 രീതിയിൽ ചെയ്യാം. ഈ ട്രേഡ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണ സമയത്ത് തന്നെ മോഡിഫൈ ചെയ്ത് വേണം നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് ടൈപ്പ് ചെയ്ത് വയ്ക്കാം, ടേക്ക് പ്രോഫിറ്റും ടൈപ്പ് ചെയ്ത് വയ്ക്കാം. അതിനേക്കാളും സിമ്പിളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് ജസ്റ്റ് ഇതിൽ തന്നെ ടൈപ്പ്, ഈ ഒരു ബൈ 1 തന്നെ തൊടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ SL എന്ന് പറഞ്ഞ് കാണാം. സോ ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ കറക്റ്റ് എത്ര ഡോളർ SL വരുമെന്ന് കാണിക്കും. ഓക്കെ, ആൻഡ് ടാർജറ്റ് ജസ്റ്റ് ടാർജറ്റ് തുടങ്ങുന്ന സമയത്ത് ടാർജറ്റും ഡ്രാഗ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് അടിച്ച് ജസ്റ്റ് മോഡിഫൈ കൊടുക്കുക. ആ വാല്യൂസ് അവിടെ വന്നോളും, മോഡിഫൈകളും. മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ 300 പോവും, ടാർജറ്റ് ഹിറ്റ് ചെയ്യണമെങ്കിൽ $189 പോകും. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ഈ ട്രേഡ് ക്ലോസ് ചെയ്യണമെങ്കിൽ എപ്പം വേണം ക്ലോസ് പൊസിഷൻ കൊടുക്കാം, ക്ലോസ് ചെയ്യാം. ഇനി ഇതിലെങ്ങനെയാണ് പാർഷ്യൽസ് ബുക്ക് ചെയ്യാം. ഓക്കെ, എനിക്ക് ഇത്രയും ക്ലോസ് ചെയ്യണ്ട, കുറച്ച് ക്ലോസ് ചെയ്താൽ മതി, ബാക്കി എനിക്ക് ഹോൾഡ് ചെയ്യണം, 80% ബുക്ക് ചെയ്യണം. അങ്ങനെയുള്ള സമയത്ത് ജസ്റ്റ് ഇതെടുക്കുക, ക്ലോസ് പൊസിഷൻ കൊടുക്കുക. മേളിൽ ലോട്ട് ടൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ ലോട്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് 0.80, 80% ഞാൻ ബുക്ക് ചെയ്യുന്നതെന്ന് വെച്ചോ. അത് ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ താഴെ കാണിക്കും ഇത്ര എൻ്റെ ലോസ് ഹോൾഡ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഞാൻ $10 അല്ലെങ്കിൽ ഓക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗോൾഡിൽ ട്രേഡ്സ് എടുക്കുന്ന സമയത്ത് കാണാൻ പറ്റും 0.8 ലോട്ട് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 1 ലോട്ടിൽ 0.8 ലോട്ട് ക്ലോസ് ചെയ്യുന്നത്. ബാക്കി റണ്ണിങ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട്. ഇങ്ങനെയാണ് നമുക്ക് സിംപ്ലി പാർഷ്യൽ ബുക്ക് ചെയ്യാനായിട്ട് വരുന്നത്. സോ പാർഷ്യൽ ബുക്ക് ചെയ്ത് കഴിയുമ്പം ബാക്കി ഇവിടുത്തെ ലോട്ട് സൈസ് അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ റിസ്ക് ആയിരിക്കത്തില്ല. കാരണം ലോട്ട് മാറിയിട്ടുണ്ട്, ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ട്. സോ 60ഉം 37ഉം ആയിരിക്കും എൻ്റെ ടാർജറ്റും സ്റ്റോപ്പ് ലോസ് ഒന്നും വേണം. സോ ഇങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് SLും TPയും സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ വാല്യൂസ് എൻ്റർ ചെയ്തും ചെയ്യാം, അല്ലെങ്കിൽ ഇതേ കണക്ക് സിമ്പിളായിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ ഇത് ഫുള്ളി ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അത് കാണിക്കും, ഹിസ്റ്ററിയിൽ കാണിക്കും ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുണ്ട്, അതിൻ്റെ ചാർജസ് എങ്ങനെയാണ്, പ്രോഫിറ്റ് എങ്കിൽ പ്രോഫിറ്റ്, ലോസ് എങ്കിൽ ലോസ് എന്ന് നിങ്ങൾക്ക് ഇവിടെ സിമ്പിളായിട്ട് കാണിച്ചിടും. ഏത് പെയേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ആൻഡ് ഈ പെയേഴ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയേഴ്സ് എല്ലാം ആഡ് ചെയ്തിടാം. ചില ബ്രോക്കേഴ്സിൽ ക്രിപ്റ്റോസ് ഉൾപ്പെടെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ബിറ്റ് കോയിൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ അനുസരിച്ചുള്ള ലോട്ട് സൈസിൽ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയും സിമ്പിളാണ് MT5 എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം. നമുക്ക് വളരെ എളുപ്പത്തിന് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് MT5. കുറച്ചും കൂടെ ട്രേഡിംഗ് സിമ്പിൾ ആക്കാൻ ഈസിയാണ്. ഓക്കെ, മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് യൂസ് ചെയ്യണവർക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് ട്രേഡ് ചെയ്യാനും വളരെ സിമ്പിളാണ്. സോ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.
ഇതിൽ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് സെല്ല് ചെയ്യണതും ബൈ ചെയ്യണതും കണ്ടു. ഇപ്പോൾ സെല്ലെങ്കിൽ സിംപ്ലി സെല്ല് ചെയ്യണതും നമുക്ക് ബൈ ചെയ്യണതും സിംപ്ലി നമ്മൾ കണ്ടു. സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യാം, രണ്ടുകൂടെ പൊസിഷൻസ് ഓർഡറിന് കാണാം. ഓക്കെ, ആൻഡ് ഫുള്ളി ബൾക്കായിട്ട് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇതാ ക്ലോസ് ബൈ ക്ലോസ് പൊസിഷൻ അതുകൊണ്ട് ബൾക്ക് ഓപ്പറേഷൻ ഫുൾ ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം, ക്ലോസ് ചെയ്തു. ആൻഡ് ലോസ് എങ്കിൽ ലോസ് അതവിടെ കാണിക്കും. ഓക്കെ, ഇനി ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ഏരിയയിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ ട്രേഡ് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ആവുന്നതെന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇതാ ഈ ഒരു ഏരിയയിലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് തന്നെ എങ്ങനെ ചെയ്യാമെന്ന് വച്ചുതരാം. ഓക്കെ, സിമ്പിളാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ടൂളിൻ്റെ കൂടെ തന്നെ ഇവിടെ ജസ്റ്റ് ഒരു ടൂൾ കാണാൻ പറ്റും, ബൈ ലിമിറ്റ് സെൽ ലിമിറ്റ്. ഇതിൻ്റെ മേളിൽ പോയി ഓട്ടോമാറ്റിക് സെൽ ലിമിറ്റ് ആവും, താഴോട്ട് വന്നാൽ ബൈ ലിമിറ്റ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതെടുക്കുക ആൻഡ് ട്രേഡ്സ് എടുക്കുക. ട്രേഡ്സ് എടുക്കുന്ന സമയത്തിന് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബൈ ലിമിറ്റ് സെൽ ലിമിറ്റ്, ബൈ സ്റ്റോപ്പ് സെൽ സ്റ്റോപ്പ്, ബൈ സ്റ്റോപ്പ് ലിമിറ്റ് സെൽ സ്റ്റോപ്പ്. ഞാൻ അതിൽ ബൈ ലിമിറ്റ് സെൽ ലിമിറ്റ് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. എനിക്കിതാ മാർക്കറ്റ് ഈ ഏരിയയിൽ എത്തുമ്പോൾ പർച്ചേസ് നടന്നാൽ മതി എന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് ബൈ ലിമിറ്റ് എടുക്കുകയാണ്. ഇതാ ജസ്റ്റ് ഇതിൻ്റെ അണ്ടറിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വയ്ക്കുകയാണ്. ഇതാ എസ് എൽ ഞാൻ ദാ ഇവിടെയായിട്ട് കീപ്പ് ചെയ്യാണ് ആൻഡ് ടി പി മുകളിലായിട്ട് ഞാൻ കീപ്പ് ചെയ്യണം. ഓക്കെ, ഞാൻ ജസ്റ്റ് പ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം മാർക്കറ്റ് അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഒറ്റ സെക്കൻഡ്. ഓക്കെ, ഒന്നും കൂടെ വയ്ക്കുകയാണ്. ഈ ഒരു ഏരിയയിലായിട്ട് ഞാൻ ബൈ ലിമിറ്റ് ആൻഡ് ടി പി ടാർഗറ്റ്. ഓക്കെ, ആൻഡ് ദാ പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ഈ ട്രേഡ് ഇതാ ഇവിടെ പ്ലേസ്ഡ് ആയിട്ട് കാണിക്കാം. മാർക്കറ്റ് എപ്പോഴാണോ ആ ഏരിയയിൽ എത്തുന്നത് ആ സമയത്ത് മാത്രമേ നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ആവുള്ളൂ. സോ അതിന് പുറമേ തന്നെ സെൽ ലിമിറ്റ് ഉണ്ട്. സെൽ ലിമിറ്റ് ഇതേപോലെ സെയിം ആണ്. എസ് എൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം ആൻഡ് ടി പി വയ്ക്കാം. ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിലും സെൽ ലിമിറ്റും ചെയ്തിടാം. ഓക്കെ, മാർക്കറ്റ് എപ്പോഴാണോ ആ സൈഡിലെത്തുന്നത് അപ്പോഴും മാത്രമേ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഒന്ന് ടി പി അല്ലെങ്കിൽ പ്രോഫിറ്റ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. നേരത്തെ പറഞ്ഞു ഇപ്പം സെൽ ലിമിറ്റ് ട്രിഗർ ആയിട്ടുണ്ട്, സെല്ലിലോട്ട് മാർക്കറ്റ് ട്രിഗർ ആയിട്ടുണ്ട്, മുകളിലോട്ട് പോകുന്നത് ലോസ് ആണ് ആൻഡ് താഴോട്ട് വന്നിട്ട് ബൈ ലിമിറ്റും ട്രിഗർ ആവും. നിങ്ങൾക്ക് എപ്പം വേണം ഇത് ക്ലോസ് ചെയ്യാനായിട്ടും പറ്റും. സോ ഇങ്ങനെയാണ് നമുക്കൊരു ബ്രോക്കറിലും അതേപോലെ തന്നെ MT5 കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. നിങ്ങൾ ഇൻ കേസ് ഫണ്ടഡ് അക്കൗണ്ട്സ് ആണ് എടുക്കുന്നതെങ്കിൽ പോലും ഇതുപോലെ MT5ലോട്ട് ലോഗിൻ ചെയ്യാനുള്ള യൂസർ ID പാസ്വേഡ് അവിടെ കാണും. നമുക്കവിടെ ബ്രോക്കറിൻ്റെ ആവശ്യമില്ല, ബ്രോക്കറെല്ലാം അവരായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആ യൂസർ ID പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുക, സെർവർ കറക്റ്റ് ആണോ എന്ന് ഡബിൾ ചെക്ക് ചെയ്യുക ആൻഡ് യൂസ് ചെയ്യുക. അത്രയും സിമ്പിളാണ് നമുക്ക് MT5 യൂസ് ചെയ്യാനായിട്ട്. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ബെക്സ്പോളിയോ ചാനൽ ഫോളോ ചെയ്യുക.